എയ്ത്ത് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ മോഡൽ ഇംഗ്ലീഷിൻ്റെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ പാസേജ് ഫ്രം ദ ലിറ്റ് ഓൺ ദ ഹിൽസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ആൻസർ ചെയ്യാനാണ്. ആ മോഡൽ ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. നോക്കിക്കോ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓൺസ് മോർ ദേ ലുക്ക്ഡ് അറ്റ് ദ ഹിൽസ് ദാറ്റ് സെയിം to rise up out of the deep shadow into the light, and then together they went home. Soon afterwards, a big tragedy struck their family. One night, when the family was sleeping, the little sister died in her sleep. The mother explained to the brother, "Son, your little sister wandered into another world and journeyed on so far that she lost the clue to earth and could not be back anymore." The boy, who was grieving for his little sister, painted many pictures before he could gather the courage to see the same field that he saw with his sister once again. But after many years, as he sat and walked, a strange power came to him. നിങ്ങൾ പാസേജ് നല്ലോണം വായിക്കുക, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുക. നോക്കാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ബിഗ് ട്രാജഡി ദാറ്റ് സ്ട്രക്ക് ദ ഫാമിലി? എന്താണ് ബിഗ് ട്രാജഡി? ദ ലിറ്റിൽ സിസ്റ്റർ ഡൈഡ് ഇൻ ഹെർ സ്ലീപ്പ്. എന്തായിരുന്നു ട്രാജഡി? ദ ലിറ്റിൽ സിസ്റ്റർ ഡൈഡ് ഇൻ ഹെർ സ്ലീപ്പ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ മദർ console the boy? The mother consoled the boy by saying his sister wanted to another world without telling him straightly she had died. കുട്ടി മരിച്ചു എന്ന് പറയാതെ അമ്മ പറയാണ് സിസ്റ്റർ വേറൊരു ലോകത്തേക്ക് പോയേക്കാണെന്ന് പറയാണ് ചെയ്യുന്നത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, ടുഗദർ ദേ വെന്റ് ഹോം. ഹു ആർ ദേ റെഫേർഡ് ടു ഹിയർ? ഇവിടെ ദേ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ്? ദ ബോയ് ആൻഡ് ഹിസ് സിസ്റ്റർ. ബോയ് സിസ്റ്ററെയാണ്. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് സെൻറ്റൻസസ് ഗീവ്സ് ദ ക്ലൂ ദാറ്റ് ദ ബോയ് വാസ് സാഡ് അറ്റ് ദ ഡെത്ത് ഓഫ് ദ ലിറ്റിൽ ഗേൾ? എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? ദ ബോയ് ഹൂ വാസ് ഗ്രീവിംഗ് ഫോർ ഹിസ് ലിറ്റിൽ സിസ്റ്റർ പെയിൻറ്റഡ് മെനി പിക്ചേഴ്സ്. അത് നിങ്ങളുടെ ചാപ്റ്റർ വൈസ് ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ്, ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിക്ക് ഔട്ട് 2 adjectives from the phrase given below. ദ ലിറ്റിൽ സിസ്റ്റർ, എ ബിഗ് ട്രാജഡി. ഏതാണ് അത്? ലിറ്റിൽ സിസ്റ്ററിൽ ലിറ്റിലും ബിഗ് ട്രാജഡിയിൽ എ ബിഗ്. ലിറ്റിലും ബിഗും ആണ് ഇതിലെ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഒരു പോയം തന്നിട്ടുണ്ട്, അതിൻ്റെ വരികൾ വായിച്ചിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. റീഡ് ദ ലൈൻസ് ഫ്രം ദ poem The Village Blacksmith and answer the questions that follow. Under a spreading chestnut tree, the village smithy stands. The smith, a mighty man is he, with large and sinewy hands, and the muscles of his broad arms are strong as iron hands. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വേർ ഡസ് ദ വില്ലേജ് സ്മിത്തി സ്റ്റാൻഡ്? എന്താണ് ആൻസർ? ദ വില്ലേജ് സ്മിത്തി സ്റ്റുഡ് അണ്ടർ എ സ്പ്രെഡിങ് ചെസ്നട്ട് ട്രീ. അടുത്ത നോക്കൂ, ഹൗ ഡസ് ദ സ്മിത്ത് ഹാൻഡ് ഡിസ്ക്രൈബ്ഡ്? സെവൻത്ത് ക്വസ്റ്റ്യൻ ആൻസർ എന്തോന്നാണ്? ദ സ്മിത്ത് ഹാൻഡ് വെയർ ലാർജ് ആൻഡ് സിനീവ്. Eighth question, and the muscles of his brawny arms are strong as iron bands. Which poetic device is used in this line? ഏതാണ്? സ്മൈൽ. അടുത്ത ninth question, find out examples of visual image from the lines given. ഏതാണ്? A spreading chestnut tree,
thin way hands, the muscles, broad way arms. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് എ പെയർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ ഗിവൺ സ്റ്റാൻസ. ഇതിലെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. ഏതൊക്കെ പറയാം? ഹാൻഡ്സ്, ബാങ്ക്സ്, അതുപോലത്തെ ക്വസ്റ്റ്യൻ എഴുതാനാണ് ബേസ് ചെയ്ത്. ആൻ ഫ്രാങ്ക് ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹാവിംഗ് റിട്ടൺ ദ ഡയറി of a young girl, in which she writes about the 2 years that she and her family spent in hiding during World War II. She was born in 1929 in Germany in a Jewish family and died in March 1945 at the young age of 50, and was known as being a friendly girl, brimming with life, while her sister Margaret was the introvert of the family. In 1933, Adolf Hitler, the leader of the political party, the Nazi, took over Germany. The Frank family had to flee to Netherlands to avoid being sent off concentration camps, where Jews were tortured in many horrific ways. The family lived in the Netherlands until World War II started. Hitler invaded the Netherlands on 10th May 1940. The Franks unfortunately did not have time to run away and were forced to remain in hiding in a place which is now called the Secret Annex. Okay, what did Anne Frank write in her diary? എന്തായിരുന്നു എഴുതിയിരുന്നത്? Anne Frank write in her diary about 2 years her family had spent during World War II. Second question, where was Anne born? Anne was born in Germany. Germany. How did Anne and Margaret differ in character? Anne Frank was pleasant and friendly. Her sister Margaret was an introvert. அடுத்த question. The Frank family fled to the Netherlands because the Frank family fled to the Netherlands to avoid being sent to concentration camp. At the fifth question, where did the Franks remain in hiding? Franks remained in hiding in Netherlands until World War II started. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഹിന്റ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ആരുടെയാണ്? ഹെൻറി വേർഡ്സ്വർത്തിൻ്റെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെയിം തന്നിട്ടുണ്ട് ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെലോ. ബർത്ത് തന്നിട്ടുണ്ട് 27 ഫെബ്രുവരി 1807, പോർട്ട്ലാൻഡ്. നാഷണാലിറ്റി അമേരിക്കൻ. പ്രൊഫഷൻ പോയറ്റ്, എഡ്യൂക്കേറ്റർ. മേജർ വർക്ക്സ് പോൾ റിവേർ റൈഡ്, the song of ഹൈവത, ഇവാങ്കലൈൻ, വോയിസ് ഓഫ് ദ നൈറ്റ്, എക്സെട്ര. മേജർ വർക്ക്സ്. പിന്നെ ഡെത്ത് തന്നിട്ടുണ്ട് 24 മാർച്ച് 1882, മസാച്ചുസെറ്റ്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത്, ഈ ഹിൻസ് എല്ലാം കൂടെ ചേർത്ത് ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. അടുത്ത് എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. മിസ്റ്റർ ഫെറ്റ്സർ poured a cup of cider and handed it to the little boy. The little boy drank it down, gratefully hunting of houses where thirsty work. അതിൽ ആദ്യത്തത് എന്താണ്? ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ എന്താ വരും? ഇവിടെ ഹാൻഡിൽഡ് വരും.
ഹാൻഡിൽഡ് ഒരു LEDയും കൂടെ ചേർന്ന് വരും. ഹാൻഡിൽഡ്. അടുത്ത രണ്ടാമത്തത് ഗ്രേറ്റ്ഫുള്ളില് TE ഗ്രേറ്റ്, ഇവിടെ TE ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ അല്ല, ഗ്രേറ്റ്ഫുള്ളി GRATEFULLY എന്നാണ്. പിന്നെ വേറിൻ്റെ അവിടെ എന്തോന്ന് വരും? വാസ് വരും. ഓക്കെ, ഹാൻഡിൽഡ്, ഗ്രേറ്റ്ഫുള്ളി GRATE ഗ്രേറ്റ്ഫുള്ളി, പിന്നെ വാസ്. അടുത്ത് തന്നിരിക്കുന്ന റീഡ് ദ പാസേജ് ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്സ്. വെർബ് എഴുതാനാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നമുക്ക് ഇതിന് യോജിച്ചത് ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. റോസ പാർക്സ് വാസ് അറസ്റ്റഡ് ആൻഡ് ദ ബ്ലാക്ക് പീപ്പിൾ ഓഫ് മോണ്ടഗോമറി ഡാഷ്, അവിടെ എന്തോന്ന് വരും? കെയിം ഫോർവേഡ് ടു ഫൈറ്റ് ഫോർ റോസ. ദേ സ്റ്റാർട്ടഡ്, ആദ്യത്തത് കെയിം ഫോർവേഡ്, അതായത് ദേ സ്റ്റാർട്ടഡ് ബോയ്കോട്ടിംഗ് ദ ബസ്സസ് വിച്ച്, രണ്ടാമത്തെ ബ്രോട്ട് എബൌട്ട് എ ഹ്യൂജ് ലോസ് ടു ദ ബസ് കമ്പനി. ദ പ്രൊട്ടസ്റ്റ് ഡാഷ്, എന്താന്ന് പറയും? വെൻഡോൺ. മൂന്നാമത്തേൽ വെൻഡോൺ ഫോർ മോർ ദാൻ 1 year. ഒന്നാമത്തത് എന്തോരം? കെയിം ഫോർവേഡ് ഒന്നാമത്തത്. രണ്ടാമത്തെ എന്തോരം? ബ്രോട്ട് എബൌട്ട് B. മൂന്നാമത്തത് എന്തോന്നാണ്? വെൻഡോൺ C. എന്തോന്നാണ്? കെയിം ഫോർവേഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കോൺവെർസേഷൻ ആണ് തന്നിരിക്കുന്നത്, ഫില്ല് ചെയ്യാനായിട്ടാണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ മദർ ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. ബോയും മദറും തമ്മിലുള്ള കോൺവെർസേഷൻ. ബോയ് പറയണം, മോം ഫൗണ്ട് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. അപ്പോൾ അടുത്ത് എന്തായിരിക്കും പറയുന്നത്? വേർ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്. ഒന്നാമത്തത് വേർ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്. അപ്പോൾ ബോയ് പറയാണ്, ഐ ഫൗണ്ട് ഇൻ മിസ്റ്റർ ഫെറ്റ്സഫ. മദർ, നമ്മളിപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് അതിന് താഴെയുള്ള ആൻസറോടെ നോക്കി വേണം ക്വസ്റ്റ്യൻ എഴുതാൻ. അടുത്ത മദർ, യു ഡിഡ് ഇറ്റ്. ദിസ് ഈസ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ ഡോർസ് ആൻഡ് നോ വിൻഡോസ് ആൻഡ് എ chimney on the top and a star in the middle. Boy, cut the apple, you can see in the star in the middle. അപ്പോൾ ബോയ് എന്താണ് പറയുന്നത്? വേർ ഈസ് ദ സ്റ്റാർ. സ്റ്റാർ, വേർ ഈസ് ദ സ്റ്റാർ. സ്റ്റാർ എവിടെയാണ്? കട്ട് ദ ആപ്പിൾ ആൻഡ് യു ക്യാൻ സീ ദ സ്റ്റാർ ഇൻ ദ മിഡിൽ. ബോയ്, ഓ there is a star in the middle. അപ്പോൾ മദർ, ഡു യു വാണ്ട് ടു ടേസ്റ്റ് ഇറ്റ്. ഇവിടെ എഴുതാണ്ട് എന്താണ്? സീഡ് അവിടെ. ഡു യു വാണ്ട് ടു ടേസ്റ്റ് ഇറ്റ്. ബോയ്, യെസ് ഐ വാണ്ട് ടു ടേസ്റ്റ് ദ ആപ്പിൾ. മദർ, ഓക്കെ ഹാവ് ഇറ്റ്. ഇത് ഇംഗ്ലീഷിൻ്റെ ഒരു മോഡലാണ് തന്നിരിക്കുന്നത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് തന്നിരിക്കുന്നത്. ഇതേ മോഡലിൽ തന്നെ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ മോഡൽ ഇതേ മോഡൽ തന്നെ ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.